ജനുവരി 5 ആയപ്പോഴേ ഏകദേശം 2 മാസമായി പുള്ളി മരിച്ചിട്ട്. ഇതുവരെ ഞങ്ങൾ എങ്ങനെയാണ് കഴിയുന്നതെന്നോ ഒരു വക തിരക്കാൻ ഇതുവരെ ആരും വന്നിട്ടുമില്ല, ഒന്നുമില്ല. ആദ്യത്തെ ആ ഒരു കോലാഹലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ മരണമൊഴിയായിട്ട് വന്ന ആ ഓഡിയോ ക്ലിപ്പ് കണ്ടിട്ട് ആ ഒരു സമയത്ത് ആ ഒരു ഇതേ ഉള്ളായിരുന്നു. ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും യാതൊരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല. ഒരു മനുഷ്യന് ഇത്രയും വിലയുള്ളൂ എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. കാരണം അന്ന് തന്നെ ഓഡിയോ ക്ലിപ്പിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന് പട്ടിയുടെ വില പോലും നൽകുന്നില്ല എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കേണ്ട ഇവരുടെ ഭാഗത്ത് തന്നെ, ഒരു മെഡിക്കൽ സയൻസിൻ്റെ ഫീൽഡിൻ്റെ ഭാഗത്ത് തന്നെ ഇങ്ങനെ വരുമ്പം ഏറ്റവും വേദനയാണ് തോന്നുന്നത് നമുക്ക്. ഇനി ഈ റിപ്പോർട്ട് അനുസരിച്ച്, ഈ റിപ്പോർട്ട് ഞാൻ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താണോ ഇനി ഈ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് വായിച്ചിട്ട് ഇനിയും ഇതിന് ഒരു മറുപടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇനിയും മുമ്പോട്ട് തന്നെ പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ശ്രദ്ധയിലേക്കാണ് ഇന്നത്തെ ആദ്യ വിഷയം ഞങ്ങൾ കൊണ്ടുവരുന്നത്. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് 2025 നവംബർ 5 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ചികിത്സ കിട്ടാതെ മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ ഭാര്യ സിന്ധുവിന്റെ പ്രതികരണമാണ്. ഒരു വീട്ടമ്മയുടെ നിസ്സഹായാവസ്ഥ അത് നമ്മൾ കേട്ടുകഴിഞ്ഞു. അവർക്ക് നീതി ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ അത് ഉണ്ടായില്ല. വേണു മരിച്ചതിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതരമായ വീഴ്ചയെന്ന് അന്വേഷണ റിപ്പോർട്ട് പറഞ്ഞിരിക്കുകയാണ്. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജിന് വരെ വീഴ്ചയുണ്ടായെന്നാണ് DMA നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ജീവനക്കാർക്കുൾപ്പെടെ വീഴ്ച ഉണ്ടായെന്ന് കണ്ടെത്തിയിട്ടും റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശയില്ല. കൃത്യമായി തന്നെ നോക്കാം എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്, വിശദമായി പരിശോധിക്കാം ഗ്രാഫിക്സിന്റെ സഹായത്തോടു കൂടെ തന്നെ. നോക്കൂ, CHSC തൊട്ട് മെഡിക്കൽ കോളേജിൽ വരെ വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്നാണ് ആ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. എന്തൊക്കെയാണ് റിപ്പോർട്ട് നോക്കാം, സിസ്റ്റത്തിലെ വീഴ്ചകൾ എന്താണെന്ന് ഓരോന്നായി നോക്കാം. ആദ്യം എത്തിച്ച ചവറ CHSCയിൽ രോഗം കണ്ടെത്താനായില്ല. അതായത് ചവറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എന്താണ് രോഗമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമതായി പറയുന്നു ജില്ലാ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകിയില്ല. മൂന്നാമതായി പറയുന്നു കാത്ത് ലാബ് മുഴുവൻ സമയം പ്രവർത്തിക്കാത്തത് തിരിച്ചടിയായി. നാലാമതായി പറയുന്നു കാർഡിയോളജിയിൽ വേണ്ടത്ര ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. ഒരു സർക്കാർ ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയുടെ അവസ്ഥയാണ് പറയുന്നത്. മറ്റൊന്ന്, മെഡിക്കൽ കോളേജിലേക്കുള്ള റഫറും യാത്രയും വൈകിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അടുത്തതായി പറയുന്നത് ഇങ്ങനെയാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സാ പിഴവ് ഉണ്ടായി. അടുത്തതായി പറയുകയാണ് ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ ICUവിൽ പ്രവേശിപ്പിച്ചില്ല. നോക്കൂ, കാർഡിയാക് അറസ്റ്റ് മൂലം വന്നിരിക്കുന്ന ഒരു രോഗിയെ അടിയന്തരമായി പ്രവേശിപ്പിക്കേണ്ടത് ICUവിലാണ്. എന്തുകൊണ്ടാണ് സാധാരണക്കാർ മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ ആശ്രയിക്കുന്നത്? അവർക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ നാട്ടിലെ പാവപ്പെട്ടവർ ആദ്യം പോകുന്നത് സർക്കാർ ആശുപത്രിയിലേക്കാണ്. സ്വകാര്യ ആശുപത്രിയിൽ അവർക്ക് പോകാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവാത്തത് കൊണ്ടാണ് കൂടുതലും സാധാരണക്കാർ ഇവിടങ്ങളിലെ പാവപ്പെട്ട ആളുകൾ കൂടുതലായും സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നത്. ആ ആശുപത്രിയിൽ നിന്നാണ് ഇത്രയേറെ വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നത്. പകരം പ്രവേശിപ്പിച്ച മെഡിക്കൽ വാർഡിൽ ചികിത്സ വൈകി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. അടുത്തതായി പറയുന്നു ആൻജിയോപ്ലാസ്റ്റി നടത്തണമെന്ന് ഫയലിൽ എഴുതിയിട്ടില്ല എന്നാണ് പ്രധാനമായും പറയുന്നത്. അടുത്തതായി അതിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ വീൽ ചെയറിൽ കൊണ്ടുപോകാൻ ജീവനക്കാർ സഹായിച്ചില്ല എന്നും പറയുന്നു. നോക്കൂ, എത്രമാത്രം ദുരവസ്ഥയിലൂടെയാണ് ആ കുടുംബം മുന്നോട്ട് പോയതെന്ന് ഈ റിപ്പോർട്ടിലും വ്യക്തമാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ വാർത്ത ഇന്ന് പുറത്തു കൊണ്ടുവന്ന ലിജോ ഉണ്ട് കൊല്ലത്ത് നിന്നും. ലിജോയ്ക്കും കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ലിജോയിലേക്കാണ്. ചികിത്സ തേടി കൊല്ലത്തും തിരുവനന്തപുരത്തുമായിട്ടുള്ള 3 ആശുപത്രികളിലായിരുന്നു വേണുവും കുടുംബവും കയറിയിറങ്ങിയത്. പക്ഷേ അവിടെയെങ്ങും അവർക്ക് വേണ്ട ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് 2025 നവംബർ 5 വേണു മരണത്തിന് കീഴടങ്ങിയത്. ഇത് സംബന്ധിച്ച് വലിയ പരാതികളായിരുന്നു വേണുവിന്റെ കുടുംബം ഉന്നയിച്ചത്. ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ്, അതായത് 4 അംഗ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിക്കുകയും അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. 3 ആശുപത്രികളുടെ ഭാഗത്തും വീഴ്ചയുണ്ടായിട്ടുണ്ട്. ആദ്യം കൊണ്ടുപോയ ചവറ
കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട്. അവിടെ രോഗം നിർണ്ണയിക്കാനോ അത്യാവശ്യം വേണ്ട ചികിത്സ അവിടെ നൽകാനോ കഴിഞ്ഞില്ല. അവിടെ തന്നെ ഒരു വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതിനുശേഷം കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെയാണെങ്കിൽ ഈ വീഴ്ചകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഈ അന്വേഷണ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഒരാൾ ഒരു ജീവന് വേണ്ടി ഹൃദ്രോഗിയായിട്ടുള്ള ഒരാൾ വരുന്ന സമയത്ത് നൽകേണ്ടുന്ന ചികിത്സകൾ കൃത്യമായി നൽകാനായി കൊല്ലം ജില്ലാ ആശുപത്രി അധികൃതർക്ക് കഴിയാതെ പോയി, അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർക്ക് കഴിയാതെ പോയി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വീഴ്ച. അവിടെ നൽകേണ്ടുന്ന ചികിത്സ, അതായത് കാത്ത് ലാബ് പ്രവർത്തിക്കാത്തതും കാത്ത് ലാബിൽ മുഴുവൻ സമയം ആളില്ലാത്തതും ഒരു വീഴ്ചയായി സംഭവിച്ചു. മാത്രവുമല്ല അതിനുശേഷം ഉണ്ടായതെന്ന് പറയുന്നത് അവിടെ കാർഡിയോളജി വിഭാഗത്തിന്റെ ഡോക്ടർമാരുടെ സേവനം മുഴുവൻ സമയത്തും ഉണ്ടായിരുന്നില്ല. അവിടെ അങ്ങനെ ഒരു സമയലാഭം, അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടുന്ന അടിയന്തരമായിട്ടുള്ള ഒരു സമയം അവിടെ നഷ്ടപ്പെട്ടു. ആ ഒരു നഷ്ടം അതിന് വില വെച്ചതെന്ന് പറയുന്നത് വേണുവിന്റെ ജീവനായിരുന്നു. അവിടെ ആ സമയം നഷ്ടമായതും തുടർന്ന് ആംബുലൻസ് ക്രമീകരിക്കുന്നതിനും റഫർ ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അയക്കുന്നതിനും ഉണ്ടായ ഒരു സമയനഷ്ടം എന്ന് പറയുന്നത് വേണുവിന് ജീവൻ നഷ്ടപ്പെടാൻ കൂടി കാരണമായി. തിരുവനന്തപുരത്തേക്ക്, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കുടുംബം വേണുവിനെയുമായി അവിടേക്ക് പോകുന്നു. അവിടെ എത്തുന്ന സമയത്ത് ഉണ്ടായെന്ന് പറയുന്നത് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. ആ വേണുവിനെ അവിടെ എത്തുന്ന സമയത്ത് അവിടെ ആ കാർഡിയോളജി വിഭാഗത്തിൽ ഐസിയുവിൽ, അതായത് ഗുരുതരമായ അവസ്ഥയിൽ എത്തുന്ന വേണുവിനെ ഐസിയുവിലേക്ക് പ്രവേശിപ്പിക്കാതെ മറിച്ച് മെഡിക്കൽ വാർഡിലേക്ക് വിടുകയും മറ്റു രോഗികൾക്കൊപ്പം ഒരു ഹൃദ്രോഗിയായിട്ടുള്ള ആളിനെ അവിടെ കിടത്തുകയും ചെയ്തു. വളരെയധികം അവിടെ ബുദ്ധിമുട്ടി തറയിൽ കിടക്കേണ്ടുന്ന ഒരവസ്ഥ, ഡോക്ടർമാർ കൃത്യമായി പരിശോധിക്കാത്തൊരവസ്ഥ, നഴ്സുമാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ബുദ്ധിമുട്ട്, അതെല്ലാം തന്നെ അവരെ അലട്ടുകയും ചെയ്തു. ഇതിനൊക്കെ ശേഷം ഏറ്റവും ഗുരുതരമാകുന്ന അവസ്ഥയിലാണ് തുടർന്ന് ഐസിയുവിലേക്ക് മാറ്റുകയും ഐസിയുവിൽ വെച്ചാണ് വേണുവിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. കുടുംബം മുന്നോട്ട് വെച്ച പരാതികളെല്ലാം ശരിവയ്ക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിലും ഒരു പ്രശ്നമുള്ളത്, ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ആശുപത്രികളുടെ ഭാഗത്തും, അതായത് സർക്കാർ ആശുപത്രികളുടെ ഭാഗത്തും ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയൊക്കെ ഭാഗത്തും ഉണ്ടായിട്ട് പോലും അവർക്കെതിരെ എന്ത് നടപടിയെടുക്കണം എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായൊരു കാര്യം പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് കുടുംബം പറയുന്നത്. ഈ റിപ്പോർട്ടിൽ പൂർണ്ണമായ ഒരു തൃപ്തിയില്ല എന്ന് പറയുന്നതിന്റെ കാരണമാണ്. അതിലെ അവർക്കെതിരെ വേണ്ടുന്ന നടപടികളെ കുറിച്ച് പറയുന്ന ഭാഗം ഒരുപക്ഷെ രസകരമായി തോന്നിപ്പോകാം. വരുന്ന രോഗികളോടും കൂട്ടിരിപ്പുകാരോടുമൊക്കെ നന്നായി സംസാരിക്കാനായി പഠിപ്പിക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ളത് ശീലിപ്പിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. രോഗവുമായി വരുന്ന ആളുകൾക്ക് ചികിത്സയാണോ മറിച്ച് ഇത്തരത്തിലുള്ള പെരുമാറ്റമാണോ വേണ്ടതെന്നുള്ള കാര്യം എന്തായാലും ആരോഗ്യവകുപ്പ് കൃത്യമായി ചിന്തിക്കണം. കൃത്യമായ അന്വേഷണത്തിലൂടെ ഇത്തരത്തിൽ ഈ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണത്തിലൂടെ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇത്രത്തോളം, അതായത് വേണു തന്റെ ആ ഒരു ഏറ്റവും മോശം അവസ്ഥയിൽ പോലും സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലൂടെയാണ് ആ ഒരു അവസ്ഥയെക്കുറിച്ച് പുറം ലോകം അറിയുകയും തനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആരോഗ്യ സംവിധാനങ്ങളുടെ വീഴ്ചയാണ് അതിനുള്ള കാര്യം വ്യക്തമാക്കിയതിലൂടെയാണ് അത് പുറം ലോകം അറിയുകയും ചെയ്തത്. എന്തായാലും സിസ്റ്റത്തിന് പല പ്രശ്നങ്ങളും, ഗുരുതരമായ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കാര്യം ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ, അതായത് DMEയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ അടങ്ങുന്ന അവരുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. ആ സിസ്റ്റം തിരുത്തപ്പെടേണ്ടതാണ്. സിസ്റ്റത്തിലൂടെ ഈ വരുന്ന ആർക്കും ലിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ സിസ്റ്റം തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. സിസ്റ്റത്തിൽ പോരായ്മകൾ ഉണ്ടായെങ്കിൽ ആ സിസ്റ്റം തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വകുപ്പ്, ആ സിസ്റ്റത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഞങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്യും, പോരായ്മകളെ വിമർശിക്കുകയും ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ ആ സിസ്റ്റം ശരിയാവാൻ വേണ്ടിയാണ്.